ഒമാൻ ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. ഒമാനിലെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. വരുന്ന വേനൽക്കാലത്തെ ചൂടിനെ പ്രതിരോധിക്കാൻ കൂടുതൽ വൈദ്യുതി ഉൽപ്പാദനവുമായി അധികൃതർ. ഈ വേനലിൽ 10% വൈദ്യുതി അധികം ഉൽപ്പാദിപ്പിക്കുമെന്ന് ഒമാൻ ഇലക്ട്രിസിറ്റി ട്രാൻസ്മിഷൻ കമ്പനി അധികൃതർ പറഞ്ഞു. സാങ്കേതിക ടീം തയ്യാറാക്കി കഴിഞ്ഞതായും വൈദ്യുതി വിതരണ കമ്പനി അധികൃതർ വ്യക്തമാക്കി. കൂടാതെ ഇബ്രി, റുസ്താഖ് എന്നിവിടങ്ങളിലെ വൈദ്യുത പദ്ധതികളെ മസ്കറ്റ് ഗവർണറേറ്റുകളിലെ ജഫ്നൈനുമായി ബന്ധിപ്പിക്കുന്ന 400 kV വൈദ്യുതി ലൈനുകൾ സ്ഥാപിക്കാനും പദ്ധതിയുണ്ട്. ഇത് വൈദ്യുതി കൈമാറ്റം ശക്തിപ്പെടുത്താൻ സഹായകമാകും. ഇത് ആരംഭിച്ചാലുണ്ടാകുന്ന അറ്റകുറ്റപ്പണികൾ, സാങ്കേതിക ടീം അനുഭവിക്കേണ്ടി വരുന്ന വെല്ലുവിളികൾ എന്നിവയും പഠനം നടത്തുന്നുണ്ട്. അടുത്ത 5 വർഷത്തിനുള്ളിൽ പദ്ധതി നടപ്പിലാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. വരുന്ന ചൂടുകാലത്ത് കൂടുതൽ വൈദ്യുതി എത്തിക്കാൻ സാങ്കേതിക ടീം അടക്കം എല്ലാ സമിതികളും തയ്യാറെടുപ്പ് നടത്തി കഴിഞ്ഞതായി ഒമാൻ ഇലക്ട്രിസിറ്റി ട്രാൻസ്മിഷൻ കമ്പനി ജനറൽ മാനേജർ സുൽത്താൻ അൽ റവാഹി അറിയിച്ചു. ഇതിൽ 1000 മെഗാവാട്ട് സൗരോർജ്ജ പദ്ധതിയും ഉൾപ്പെടും. ഏറ്റവും ഉയർന്ന നിലവാരമുള്ള ഇലക്ട്രിസിറ്റി നെറ്റ്വർക്കാണ് ഒമാനിൽ നടത്തുന്നതെന്നും കമ്പനി അധികൃതർ പറഞ്ഞു. ഒമാനിൽ 132 kV വോൾട്ടേജും അതിലധികവും വരുന്ന വിതരണ ശൃംഖലകളാണ് കമ്പനിക്കുള്ളത്. GCC വിതരണ ശൃംഖലയുമായി ബന്ധിപ്പിക്കുന്ന 220 kV ഇന്റർ കണക്ഷനുകളും കമ്പനിക്കുണ്ട്. ഒമാനിലെ എല്ലാ ഗവർണറേറ്റുകളിലേക്കും ഉൽപ്പാദന കേന്ദ്രങ്ങളിൽ നിന്നും അനായാസമായി വൈദ്യുതി എത്തിക്കുകയാണ് കമ്പനിയുടെ ലക്ഷ്യം. ഇന്ത്യൻ രൂപ ശക്തി പ്രാപിക്കാൻ തുടങ്ങിയതോടെ ഒമാൻ റിയാലിന്റെ വിനിമയ നിരക്ക് താഴ്ന്നു. വെള്ളി, ശനി ദിവസങ്ങളിൽ റിയാലിന് 219 രൂപ എന്ന നിരക്കാണ് രാജ്യത്തെ വിനിമയ സ്ഥാപനങ്ങൾ നൽകിയത്. എന്നാൽ വെള്ളിയാഴ്ച രാവിലെ വിനിമയ നിരക്ക് ഒരു റിയാലിന് 217.35 വരെ എത്തിയിരുന്നു. ഇത് നാട്ടിലേക്ക് പണമയക്കുന്നവരിൽ ആശങ്കയുണ്ടാക്കി. എന്നാൽ വൈകുന്നേരത്തോടെ റിയാലിന് 219 രൂപ എന്ന നിരക്കിൽ ക്ലോസ് ചെയ്യുകയായിരുന്നു. കഴിഞ്ഞ കുറേ ദിവസമായി ഇന്ത്യൻ രൂപ ശക്തി പ്രാപിക്കുകയാണ്. ഇതേ നിരക്ക് തന്നെയാണ് ശനി, ഞായർ ദിവസങ്ങളിലും ലഭിക്കുക. കഴിഞ്ഞ വർഷം ഒക്ടോബറിന് ശേഷമുള്ള ഏറ്റവും കുറഞ്ഞ നിരക്കാണിത്. ഈ വർഷം ഫെബ്രുവരി 8-ന് ഒമാൻ റിയാലിന്റെ വിനിമയ നിരക്ക് ഒരു റിയാലിന് 227.5 രൂപ വരെ എത്തിയിരുന്നു. പിന്നീട് താഴേക്ക് വരികയായിരുന്നു. അമേരിക്കൻ ഡോളർ ഇന്ത്യൻ വിപണിയിലേക്ക് ഒഴുകുന്നതും രൂപ ശക്തി പ്രാപിക്കാൻ പ്രധാന കാരണമാണ്. കഴിഞ്ഞ കുറേ ആഴ്ചകളായി ഈ ഒഴുക്ക് തുടരുകയാണ്. ഇന്ത്യൻ ഓഹരി വിപണിയെ നിയന്ത്രിക്കുന്ന ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷനിലെ ഇൻവെസ്റ്റേഴ്സും മറ്റ് വിദേശ ബാങ്കുകളും ഡോളർ ഇന്ത്യൻ വിപണിയിൽ നിക്ഷേപിക്കുന്നുണ്ട്. ഇതും ഇന്ത്യൻ രൂപയ്ക്ക് അനുകൂല ഘടകമാണ്. ഇതോടെ ഡോളറിന്റെ വില 83 രൂപയിൽ എത്തിയിരുന്നു. ഡോളറിന്റെ ശക്തി കാണിക്കുന്ന ഡോളർ ഇൻഡെക്സ് ഏറെ താഴെയാണുള്ളത്. 7 പ്രധാന കറൻസികളെ അപേക്ഷിച്ച് അമേരിക്കൻ ഡോളറിന്റെ മൂല്യം കാണിക്കുന്നതാണ് ഡോളർ ഇൻഡെക്സ്. ഇത് കഴിഞ്ഞ 3 വർഷത്തിനുള്ളിലെ ഏറ്റവും കുറഞ്ഞ നിരക്കിലാണ്. ട്രംപിന്റെ നയങ്ങളാണ് ഡോളറിന്റെ മൂല്യത്തെ പ്രധാനമായും ബാധിക്കുന്നത്. അമേരിക്ക ഏർപ്പെടുത്തിയിരുന്ന ഇറക്കുമതി ചുങ്കം അമേരിക്കൻ സാമ്പത്തിക വ്യവസ്ഥയെ ഏറെ പ്രതികൂലമായി ബാധിച്ചിരുന്നു. അമേരിക്കൻ സെൻട്രൽ ബാങ്കായ ഫെഡറൽ റിസർവ് ചെയർമാന്റെ ട്രംപിന്റെ സാമ്പത്തിക നയങ്ങൾക്കെതിരെയുള്ള പ്രസ്താവനയും ഡോളറിനെ പ്രതികൂലമായി ബാധിച്ചു. എന്നാൽ ചൈനയുമായുള്ള അമേരിക്കയുടെ ഇറക്കുമതി നയത്തിൽ അയവ് വന്നത് ഡോളറിന്റെ നില മെച്ചപ്പെടുത്താൻ സഹായകമായി. നിലവിലെ അവസ്ഥ ഇന്ത്യൻ രൂപയ്ക്ക് അനുകൂലമാണ്. എന്നാൽ എപ്പോൾ ഇത് മാറി മറയുമെന്ന് പറയാൻ കഴിയില്ല. നേരത്തെ ഇന്ത്യൻ രൂപ ശക്തി കുറയുമെന്നും ഈ വർഷം അവസാനത്തോടെ ഡോളറിന്റെ വില 87 രൂപയിൽ എത്തുമെന്നും സാമ്പത്തിക വിദഗ്ധർ അഭിപ്രായപ്പെട്ടിരുന്നു. എന്നാൽ ഇപ്പോൾ മറിച്ചാണ് സാമ്പത്തിക വിദഗ്ധരുടെ വിലയിരുത്തൽ. ഇന്ത്യൻ രൂപ ശക്തി പ്രാപിക്കുമെന്നും ഈ വർഷം അവസാനത്തോടെ ഡോളറിന്റെ വില 84 രൂപയാകുമെന്നാണ് അഭിപ്രായം. അമേരിക്കയിൽ ട്രംപ് അധികാരത്തിലെത്തിയതും അദ്ദേഹത്തിന്റെ നയങ്ങളുമാണ് നിലവിലുള്ള മാറ്റത്തിന്റെ പ്രധാന കാരണം. എന്നാൽ ലോക വ്യവസ്ഥകളിൽ മാറ്റമുണ്ടാകുന്നതോടെ ഡോളറിന്റെ മൂല്യത്തിലും മാറ്റം വരാം. അത് ഇന്ത്യൻ രൂപയെയും ബാധിക്കും. മസ്കറ്റ് അന്താരാഷ്ട്ര പുസ്തകമേളയുടെ 29ാമത് പതിപ്പിന് തിരശ്ശീല വീണു. ഈ വായനയുടെ കാലത്തും പുസ്തകങ്ങളെ നെഞ്ചോട് ചേർക്കുന്ന മനോഹരമായ കാഴ്ചയായിരുന്നു പുസ്തക നഗരിയിൽ കണ്ടത്. സ്ത്രീകളും കുട്ടികളും യുവാക്കളുമെല്ലാം അക്ഷര നഗരങ്ങളിലേക്ക് ഒഴുകി. സ്വദേശി പൗരന്മാരും കുടുംബമായിട്ടാണ് എത്തിയത്. വാരാന്ത്യ ദിവസങ്ങളിലായിരുന്നു ഏറ്റവും കൂടുതൽ തിരക്ക് അനുഭവപ്പെട്ടത്. മികച്ച പ്രതികരണമാണ് ആളുകളിൽ നിന്നും ലഭിച്ചതെന്നും പുസ്തകങ്ങൾ നല്ല രീതിയിൽ വിറ്റഴിഞ്ഞു പോയെന്നും സ്റ്റാൾ ഉടമകൾ പറഞ്ഞു.
UAE സുപ്രീം കൗൺസിൽ അംഗവും ഷാർജ ഭരണാധികാരിയുമായ ഷെയ്ഖ് ഡോക്ടർ സുൽത്താൻ ബിൻ മുഹമ്മദ് അൽ ഖാസിമി, ഇറാൻ വിദേശകാര്യമന്ത്രി എന്നിവർ വിവിധ ദിവസങ്ങളിലായി പുസ്തകോത്സവ നഗരിയിൽ എത്തിയിരുന്നു. ഈ വർഷം 35 രാജ്യങ്ങളിൽ നിന്നുള്ള 674 പ്രസാധക സ്ഥാപനങ്ങളാണ് മേളയിൽ പങ്കാളികളായത്. അതിൽ 640 എണ്ണം നേരിട്ടും 34 എണ്ണം ഏജൻസികൾ വഴിയും പങ്കെടുത്തു. വടക്കൻ ഷെർക്കിയായിരുന്നു ഈ വർഷത്തെ അതിഥി ഗവർണറേറ്റ്. വൈവിധ്യമാർന്ന പ്രസിദ്ധീകരണങ്ങൾ, പാനൽ ചർച്ചകൾ, സാംസ്കാരിക പ്രദർശനങ്ങൾ എന്നിവയും നടന്നു. അതിഥി ഗവർണറേറ്റായ വടക്കൻ ഷെർക്കിയയുടെ സാംസ്കാരികവും ചരിത്രപരവുമായ അടയാളങ്ങൾ, ശാസ്ത്രീയവും മാനുഷികവുമായ നേട്ടങ്ങൾ, വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ, ആധുനിക ജീവിതത്തിന്റെ ഘടകങ്ങൾ എന്നിവ ഉയർത്തിക്കാട്ടുന്ന സാംസ്കാരിക പരിപാടികളും പ്രവർത്തനങ്ങളും സന്ദർശകർക്ക് മികച്ച അനുഭവമായി. ഷെർക്കിയയുടെ സാംസ്കാരിക, ചരിത്ര, ശാസ്ത്രീയ, മാനുഷിക പൈതൃകം ഉയർത്തിക്കാട്ടുന്നതിനോടൊപ്പം സമകാലിക ജീവിതശൈലിയും വിലായത്തുകളിലുടനീളം വ്യാപിച്ചു കിടക്കുന്ന പ്രധാന വിനോദസഞ്ചാര ആകർഷണങ്ങളും പ്രദർശിപ്പിച്ചിരുന്നു. കുട്ടികളുടെ മുങ്ങിമരണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യത്തിൽ സുരക്ഷാ നിർദ്ദേശങ്ങളുമായി റോയൽ ഒമാൻ പോലീസ് രംഗത്ത്. കഴിഞ്ഞ ദിവസം വടക്കൻ ബാത്തിന ഗവർണറേറ്റിലെ ഖാബൂറ ബീച്ചിൽ സഹോദരന്മാർ മുങ്ങി മരിച്ചിരുന്നു. 7ഉം 10ഉം വയസ്സുള്ള സഹോദരന്മാരാണ് നീന്തുന്നതിനിടെ മരണപ്പെട്ടത്. പോലീസ്, കോസ്റ്റ് ഗാർഡ് വിഭാഗവും പൗരന്മാരും ചേർന്നാണ് ഇവരുടെ മൃതദേഹം കണ്ടെടുത്തത്. കടൽ തീരങ്ങൾ, വെള്ളച്ചാട്ടങ്ങൾ, വെള്ളക്കെട്ടുകൾ, അരുവികൾ തുടങ്ങിയ ഇടങ്ങളിലും സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കണമെന്ന് അധികൃതർ ആവശ്യപ്പെട്ടു. അപകടങ്ങൾ ഒഴിവാക്കുന്നതിന് സുരക്ഷാ നിർദ്ദേശങ്ങൾ പാലിച്ചിരിക്കണം. കുട്ടികൾ വെള്ളത്തിൽ ഇറങ്ങുമ്പോഴും സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കണം. നിയന്ത്രണങ്ങളുള്ള സ്ഥലങ്ങളിലും സമയങ്ങളിലും വെള്ളത്തിൽ ഇറങ്ങുന്നത് ഒഴിവാക്കുക. മുതിർന്നവരുടെ സാന്നിധ്യമില്ലാതെ കുട്ടികളെ വെള്ളക്കെട്ടുകളിലോ നീന്തൽ കുളങ്ങളിലോ കടലിലോ ഇറങ്ങാൻ അനുവദിക്കരുത്. മാതാപിതാക്കളുടെ അസാന്നിധ്യത്തിൽ കുട്ടികൾ വെള്ളത്തിൽ ഇറങ്ങുന്നത് മുങ്ങിമരണം ഉൾപ്പെടെയുള്ള അപകടങ്ങൾക്ക് ഇടയാക്കും. കുട്ടികൾ മുങ്ങിമരിക്കുന്ന മിക്ക കേസുകളിലും കുടുംബത്തിന്റെയും മുതിർന്നവരുടെയും അശ്രദ്ധ പ്രധാന കാരണമാണ്. വാദികൾക്കരികിലേക്ക് പോലും കുട്ടികളെ അയക്കരുത്. ജലമൊഴുക്കുള്ള സമയങ്ങളിൽ ഇത്തരം സ്ഥലങ്ങളിൽ മുതിർന്നവർ പോലും എത്തുന്നത് ഒഴിവാക്കണം. മുന്നറിയിപ്പ് അവഗണിച്ച് നിരോധിത സ്ഥലങ്ങളിൽ ഇറങ്ങുന്നവർക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കും. നീന്തൽ കുളങ്ങൾ ഒരുക്കുമ്പോഴും അവയ്ക്ക് ചുറ്റും വേലി കെട്ടി കുട്ടികൾക്ക് എത്തിച്ചേരാൻ കഴിയാത്ത വിധം സുരക്ഷിതമാക്കണം. ആഴം കുറഞ്ഞ നീന്തൽക്കുളത്തിൽ രക്ഷിതാക്കൾക്കൊപ്പം വേണം കുട്ടികളെ ഇറക്കാൻ. ലൈഫ് ജാക്കറ്റുകൾ ധരിക്കുകയും വേണം. കുട്ടികൾ മാത്രം ഉപയോഗിക്കുന്ന നീന്തൽ കുളങ്ങളിൽ അമിതമായി വെള്ളം നിറയ്ക്കരുത്. ഉറപ്പുള്ള കൈവരികൾ നിർമ്മിക്കണം. ലീസ് കരാറുകളോ ബാങ്ക് സ്റ്റേറ്റ്മെന്റോ ഓഡിറ്റ് റിപ്പോർട്ടോ ഇല്ലാതെ നിയമവിരുദ്ധമായി വ്യാപാര പ്രവർത്തനങ്ങൾ നടത്തിയ സ്ഥാപനങ്ങൾക്കെതിരെ നാഷണൽ ടീം ഫോർ കോംബാക്ടിംഗ് ഇല്ലിസിറ്റ് ട്രേഡ് നടപടി സ്വീകരിച്ചു. ബിനാമി ഇടപാടുകൾ നടക്കുന്നതായി പരിശോധനയിൽ കണ്ടെത്തിയതിനെ തുടർന്നാണ് പിഴ ചുമത്തിയത്. മസ്കറ്റ്, ദോഫർ, വടക്കൻ ബാത്തിന ഗവർണറേറ്റുകളിലാണ് പരിശോധന നടന്നത്. രഹസ്യവ്യാപാരം തടയുന്നതിന്റെ ഭാഗമായി പരിശോധനകൾ തുടരുമെന്നും അധികൃതർ അറിയിച്ചു. ബിനാമി ഇടപാടുകൾ തടയുന്നതിന്റെ ഭാഗമായി രാജ്യത്തെ മുഴുവൻ സ്ഥാപനങ്ങളും ഏതെങ്കിലും അംഗീകൃത ബാങ്കിൽ അക്കൗണ്ട് തുറക്കണമെന്ന് നേരത്തെ മന്ത്രാലയം നിർദ്ദേശിച്ചിരുന്നു. രാജകീയ ഉത്തരവ് 18/2019 പ്രകാരവും മന്ത്രിതല ഉത്തരവ് 146/2021, 412/2023 പ്രകാരവും ഒമാനിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾക്ക് ബാങ്ക് അക്കൗണ്ടുകൾ നിർബന്ധമാണ്. രാജ്യത്തെ നിയമമോ രാജകീയ ഉത്തരവോ അനുവദിക്കാത്ത ബിനാമി ഇടപാടുകൾ ഉൾപ്പെടെയുള്ളവ പിടിക്കപ്പെട്ടാൽ 15,000 റിയാൽ വരെ പിഴ ശിക്ഷ ലഭിക്കും. ഇത് സ്വന്തം നിലയ്ക്കോ മറ്റുള്ളവരുമായി ചേർന്നോ നടത്തിയാലും ശിക്ഷാർഹമാണ്. വാണിജ്യം, വ്യവസായം, തൊഴിൽപരം, കരകൗശലം, വിനോദസഞ്ചാരം, മറ്റ് സാമ്പത്തിക പ്രവർത്തനം അടക്കമുള്ളവ നിയമവിരുദ്ധമായി ചെയ്താൽ ഇതിന്റെ പരിധിയിൽപ്പെടും. രഹസ്യവ്യാപാരം നടത്തുന്നയാളെ നിയമപ്രകാരം മറഞ്ഞിരിക്കുന്ന വ്യക്തിയായാണ് കണക്കാക്കുക. സ്ഥാപനത്തിന്റെ വരുമാനം, ലാഭം, കരാറുകാരുടെ പ്രവർത്തനങ്ങൾ തുടങ്ങിയ പ്രത്യക്ഷമായോ പരോക്ഷമായോ സ്ഥാപനത്തിന്റെ അക്കൗണ്ടിലേക്കല്ലാതെ സ്വകാര്യ വ്യക്തിയുടെ അക്കൗണ്ടിലേക്കോ മറ്റേതെങ്കിലും അക്കൗണ്ടിലേക്കോ മാറ്റുന്നത് സ്വകാര്യ വ്യാപാരത്തിന്റെ പരിധിയിൽ വരുന്നതാണ്. സ്ഥാപനത്തിന്റെ ഉടമ അല്ലാതെ ആരെങ്കിലും സ്വകാര്യ അക്കൗണ്ടിൽ വിൽപ്പനയുടെ നടപടിക്രമങ്ങൾ സ്വീകരിക്കുന്നതോ സ്വത്തുക്കളോ പണമോ കൈമാറുന്നതോ ബിനാമി ഇടപാടുകളുടെ ഗണത്തിൽ പെടുന്നതാണ്. സ്ഥാപനം സ്ഥാപിക്കുന്ന സമയത്തെ രേഖകൾ, ലൈസൻസ് നേടാനുള്ള അപേക്ഷ, സ്ഥാപനത്തിന്റെ അക്കൗണ്ട് എന്നിവയിൽ തെറ്റായ വിവരമോ കണക്കോ സമർപ്പിക്കുന്നതും ശിക്ഷാർഹമാണ്.
സ്ഥാപനത്തിന്റെ പ്രവർത്തനം പൂർണ്ണമായും പ്രവാസികൾക്ക് നൽകുന്ന സ്ഥാപന ഉടമയുടെ സമ്മതവും രഹസ്യ വ്യാപാരത്തിൽ പെടുന്നു. അതേസമയം രാജ്യത്തെ വാണിജ്യ വ്യവസായ അന്തരീക്ഷം മെച്ചപ്പെടുത്തുന്നതിനും സുതാര്യമാക്കുന്നതിനും ലക്ഷ്യം വെച്ചാണ് ബിനാമി ഇടപാടുകൾക്കെതിരെ മന്ത്രാലയം നടപടികൾ ശക്തമാക്കുന്നത്. നിക്ഷേപകർ മറഞ്ഞിരിക്കുന്നത് വഴി രാജ്യത്തിന് ലഭിക്കേണ്ട നികുതിയും മറ്റും നഷ്ടപ്പെടും. സാമ്പത്തിക ഇടപാടുകളിലെ കൃത്യത ഇല്ലാതിരിക്കുന്നതും ബിനാമി ഇടപാടുകൾക്ക് ഇടവരുത്തും. തെറ്റായ ഇത്തരം പ്രവണതകൾ കണ്ടാൽ റിപ്പോർട്ട് ചെയ്യണമെന്ന് മന്ത്രാലയം നിരവധി തവണ നിർദ്ദേശിച്ചിരുന്നു. ബിനാമി ഇടപാടുകൾ ശ്രദ്ധയിൽപ്പെട്ടാൽ 80000070 എന്ന നമ്പറിൽ വിവരം അറിയിക്കണമെന്ന് വാണിജ്യ വ്യവസായ നിക്ഷേപ പ്രോത്സാഹന മന്ത്രാലയം ആവശ്യപ്പെട്ടു.